അവസാനമായി ഞാനൊരു സഹായം ചോദിക്കുക. ആവില്ല എന്ന് പറയരുത്. വേണ്ട, എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. ശിവൻകുട്ടിയെയും കൂട്ടി രാധ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവള് പാവ, നല്ലവള. ഉത്തരേ, നിന്നെ അല്ലാതെ എനിക്ക് മറ്റാരും. മറക്കണം, എല്ലാം മറക്കണം. എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ മറക്കാം, ഒളിച്ചു വയ്ക്കാം. പക്ഷെ അതിനൊന്നും വയ്യാത്തത് ഒന്നുണ്ട്. അത് എനിക്ക് നശിപ്പിക്കണം. ഈ ഇല്ലത്തിന് ചീത്തപ്പേരുണ്ടാക്കരുത്. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. എന്റെ കുഞ്ഞ്, ഞാനത് സമ്മതിക്കില്ല. എനിക്ക് മനസ്സിലായി. എല്ലാവരും ചേർന്ന് രാധയെ സ്നേഹിച്ചു കൊല്ലാടല്ലേ. അമ്മയെ പോലെ ഞങ്ങളെ കാണുന്ന എടുത്തോട് മത്സരിച്ച് സ്വന്തമാക്കാൻ മാത്രം ആ ഗന്ധർവനെ രാധയൊന്നും കാണുന്നില്ല. അത് ഞാൻ അയാളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അത് കുട്ടിയല്ല തീരുമാനിക്കുന്നത്. മുഹൂർത്തം വരെ നിശ്ചയിച്ച നിന്റെ ഈ മംഗലം നടന്നില്ലെങ്കിൽ പിന്നെ ഈ ഏടത്തെ നീ കാണില്ല. ഓർത്തോളൂ. മതി. യാഗത്തിന്റെ പേര് പറഞ്ഞു ഏടത്തെ എനിക്ക് വെച്ച് നീട്ടുന്നത് ഏടത്തിയുടെ ജീവിതമാ. അതെനിക്ക് വേണ്ട. ഏടത്തെ എനിക്ക് വേണ്ടി. ഞാൻ അവളെ അധികം പറ്റാം. ഓർമ്മ വെച്ച നാൾ മുതൽ എന്റെ ഒത്തിരിയെടുത്ത് ഒത്തിരി കണ്ണീര് കുടിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. ഏടത്തെ വേദനിപ്പിച്ചൊന്നും എനിക്ക് വേണ്ട. ഈ ഇല്ലത്ത് ഞാനൊരു പ്രശ്നമായിരിക്കുക. വിഷം തേണ്ടി മരിച്ചാൽ ആത്മഹത്യാന്ന് ആരും പറയില്ല. അതുകൊണ്ട് നീ എന്നെ സഹായിക്കില്ലേ? 100 പാലും ഞാൻ നിനക്ക് ഒത്തിരി തന്നിട്ടുള്ളതല്ലേ. എന്താ കുട്ടികളെ ഇത്? വല്യമാമ അവളെയും കൂട്ടി അകത്തേക്ക് പോകും.